നമസ്കാരം. കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമജാലകത്തിന്റെ 349-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചതിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ലക്കം മാധ്യമജാലകത്തിൽ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. മുതിർന്ന മാധ്യമ പ്രവർത്തകരായ KG പരമേശ്വരൻ നായർ, ഏഴാച്ചേരി രാമചന്ദ്രൻ, N അശോകൻ എന്നിവർക്കായിരുന്നു 2021, 2022, 2023 വർഷങ്ങളിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങൾ ലഭിച്ചത്. മാധ്യമജാലകത്തിന്റെ ഈ ലക്കത്തിൽ KG പരമേശ്വരൻ നായരും ഏഴാച്ചേരി രാമചന്ദ്രനും N അശോകനും അതിഥികളായി എത്തുന്നു. തങ്ങളുടെ സുദീർഘമായ മാധ്യമ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ അവർ ഓർത്തെടുക്കുന്നു. നിയമസഭാ സ്പീക്കറും മന്ത്രിയുമൊക്കെയായിരുന്ന വക്കം പുരുഷോത്തമനുമായി ബന്ധപ്പെട്ട ചില സന്ദർഭങ്ങളാണ് ആദ്യമായി KG പരമേശ്വരൻ നായർ ഓർക്കുന്നത്. ഏതു ഘട്ടത്തിലും ആത്മാഭിമാനം ഉയർത്തി നിന്ന ഒരു മാധ്യമ പ്രവർത്തകനെ നമുക്ക് ഈ വാക്കുകളിൽ അറിയാം. വക്കം പുരുഷോത്തമൻ ധനകാര്യമന്ത്രി ആയിരിക്കുന്നപ്പോൾ അദ്ദേഹമായിട്ട് ഒരു പ്രശ്നത്തിൽ ഞങ്ങൾ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. തമാശ ആയിരുന്നു അത്, അത്രയേ ഉള്ളൂ. അതായത് ഞാനൊരു പുസ്തകം എഴുതി, നിയമസഭ ചരിത്രം ധർമ്മം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പ്രകാശനം ചെയ്യാനായിട്ട് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോയി. അന്ന് അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരിക്കുന്നതിന് സ്പീക്കറിൻ്റെ സ്ഥാനത്ത് വിട്ടുവീട്ടിൽ പോയിട്ടില്ല, അങ്ങനെ എന്തുകൊണ്ട്. അപ്പോൾ പണ്ട് സ്പീക്കറുടെ വീടാണ് കിട്ടിയത് അദ്ദേഹം ഇരിക്കും. അപ്പോൾ ഞാൻ ഞാൻ ചെന്നു പിന്നെ അപ്പോൾ ഒരു ടീപ്പായി ഞാൻ കിടപ്പുണ്ട്. അതിൻ്റെ അപ്പുറം ഞങ്ങൾ ഒരു കസേരയിട്ട് ഇതിന് ചായയൊക്കെ തന്നു കുടിച്ചു. ഇയാളിപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്നു. അന്ന് ഞാൻ കേരളത്തിൽ വിട്ടാണ് അതിന് ലേഖനങ്ങളൊക്കെ എഴുതി കൊടുക്കും. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, എൻ്റെ സ്റ്റാഫിൽ വരുത്തും മഹാമോശം, കേജി വാ, വല്ലതും 10-15,000 രൂപ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ചായ കുടിച്ചുകൊണ്ട് ഈ കപ്പ് ടീപ്പായിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പുറത്ത് സാറ് ഇപ്പുറത്ത് ഞാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ കപ്പ് ഇങ്ങനെ കളിച്ചിരുന്നു. ഇയാൾ കുറേ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, എൻ്റെ പിന്നെ ഇയാൾ എന്തോന്ന് ചെയ്യുന്നത് പറ. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ഞാൻ ചോദിച്ചു, നമ്മളിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു. അതെന്തോ ചോദിക്കാതിരിക്കണേ, ചീപ്പായിട്ട് അപ്പുറത്ത് ഞാനും ഇപ്പുറത്ത് ഞാനും അല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്റ്റാഫിനകത്ത് ഞാൻ കയറി കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ വന്നിരിക്കാൻ പറ്റുമോ ചോദിച്ചു. എന്തോന്ന്? അല്ല, നിങ്ങളുടെ സ്റ്റാഫ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് ആലോചിച്ച്, ഇയാൾ മോശമല്ലല്ലേ? അവൻ മോശമായിട്ടുള്ളതല്ലേ? അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഞാൻ പത്രപ്രവർത്തകർക്ക് ഞങ്ങൾക്കൊരു വിലയുണ്ട്, അത് കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ടാണ്. അങ്ങനെ വല്ല സന്തോഷമായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഒരു സംഭവം, ഒരു ദിവസം ഞാൻ സിറ്റി ഓഫീസിൽ നമ്മളിരിക്കുമ്പോൾ വളരെ പ്രാകൃതമായ ഒരു മനുഷ്യൻ കയറി വന്നു. വളരെ പ്രാകൃതം. ഞാൻ ചോദിച്ചത്, സാറേ പിന്നെ ഞാൻ എൻ്റെ കണ്ണാശുപത്രിയിൽ നിന്ന് വരികയാണ്, അവൻ എന്ത് വേണം? ഞാൻ വല്ല വാർത്ത കൂടെ അല്ല, എൻ്റെ ഭാര്യയുടെ കണ്ണ് മാറി ഓപ്പറേറ്റ് കീറിക്കളഞ്ഞു, അതുകൊണ്ട് പിന്നെ ഒരു നിവൃത്തിയില്ല, ഞാൻ പാവമാണ്, ഒന്നും നിവൃത്തിയില്ല, അല്ലെങ്കിൽ മന്ത്രിമാരാരെയും കണ്ടിട്ട് വല്ലതും സാമ്പത്തികമായി സഹായിക്കണമെന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് കണ്ടെങ്ങനെ മാറി കഴിയും? അതെനിക്ക് അറിഞ്ഞുള്ളൂ സാറ്, അതിൽ കണ്ടു മാറിയാണ് ഇപ്പം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു ഓരോ ഡോക്ടർമാരും പറഞ്ഞു. ശരി, ഞാനൊരു 50 രൂപ എടുത്ത് കൊടുത്തു പറഞ്ഞു, ഇയാൾ ഭാര്യയ്ക്ക് മരുന്ന് വല്ലതും വാങ്ങിച്ച് കൊടുക്കും, ഞാൻ നോക്കട്ടെ എന്ന്. അത് കഴിഞ്ഞ് ഞാൻ സെർച്ച് ചെയ്തു. സെർച്ചിപ്പോൾ നമ്മൾ പരതലുള്ളല്ലോ വാർത്ത, പരതി വായിക്കുമ്പോൾ സംഗതി ശരിയാണ്. ഞാൻ വാർത്ത എഴുതി കൊടുത്തു. പിറ്റേ ദിവസം കേരളത്തിൽ നല്ല ഇത് വൈലൈൻ ഇട്ട് കണ്ടുമാറി വിട്ടു. ഒരു 10 മണി ആയപ്പോൾ അന്ന് ഇങ്ങനെ വക്കം പുരുഷോത്തമൻ പിന്നെ ഇത് ഹെൽത്ത് മിനിസ്റ്ററാണ്. ഒരു 10 മണിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ മിനിസ്റ്റർ പത്രസമ്മേളനം വെച്ചിരിക്കുകയാണ്, എല്ലാവരും 10:30 വരണം. അപ്പോൾ എന്ത് വെച്ചാൽ അതൊന്നും ഞങ്ങൾക്ക് 10:30 വരണം എന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് കേട്ടപ്പോൾ ഇതേടാ,
എൻ്റെ വാർത്ത തെറ്റിയാൽ നമ്മൾ കൊടുക്കുന്ന ഒരു വാർത്ത തെറ്റിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് എൻ്റെ നഷ്ടപ്പെടും പോലെയാണ് അത്. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ പത്രസമ്മേളനത്തിൻ്റെ ഫ്രണ്ട് ഇരിക്കും. അന്ന് ഫ്രണ്ട് ഇരുന്നില്ല, ബാക്കിൽ കയറിയിരുന്ന്. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ കുറച്ച് രണ്ടൊന്ന് പേപ്പറുമായിട്ട് കയറി വന്ന് ഇന്നെന്ത് ബാക്കിൽ കയറി ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരാൻ താമസിച്ചു പോയി. പറഞ്ഞു. അപ്പോൾ ഇത്രയായപ്പോൾ ഞാനങ്ങ് തളർന്നു പോയി, ഇത്ര വിഷമത്തു. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇന്നത്തെ പേപ്പറിൽ ഒരു വാർത്ത നിങ്ങളെ കണ്ടിരിക്കുമായിരിക്കും കേരളമതിയിൽ. നമ്മളങ്ങനെ അത് വായിച്ചിട്ട് എന്നിട്ട് ഒരു 2 മിനിറ്റ് ഉണ്ടായിരുന്നു. എത്ര ആ 2 മിനിറ്റ് നമുക്ക് ഉൾക്കണ്ടയാണ്. നമ്മൾ കൊടുത്ത വാർത്തയല്ലേ, തെറ്റിപ്പോയോ? അങ്ങനെ പറഞ്ഞ ഈ വാർത്ത ശരിയാണ്. പക്ഷേ ഒരു ഡോക്ടർ, ഒരു സ്ത്രീയാണ് ഡോക്ടർ, അവരുടെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിഷമിച്ച് നിൽക്കുമ്പോൾ എനിക്ക് ആശ്വാസം അതാണ്. ഒരേ സമയം മാധ്യമപ്രവർത്തകനും കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ വ്യക്തിയാണ് ഏഴാച്ചേരി രാമചന്ദ്രൻ. കവിതകൾ നിരവധി എഴുതിയെങ്കിലും കവി എന്ന നിലയിൽ സാംസ്കാരിക ലോകവും സമൂഹവും തന്നെ തിരിച്ചറിയാനും അംഗീകരിക്കാനും തുടങ്ങിയത് നീലി എന്ന കവിത പ്രസിദ്ധീകരിച്ചതിലൂടെയാണെന്ന് അദ്ദേഹം പറയുന്നു. അത് എഴുതിയ കാലം ഏഴാച്ചേരി രാമചന്ദ്രൻ ഓർക്കുന്നു. അരിവാളിൻ ചുണ്ടിലെ ചിരിചുവക്കും പോലെയുള്ള പോരാട്ട കവിതകൾ എഴുതി വന്ന് തിരുവനന്തപുരത്തേക്ക് പത്രപ്രവർത്തകനായി വന്ന് SR ശക്തിധരൻ്റെ കീഴിൽ അങ്ങനെ പണിയെടുക്കുമ്പോഴാണ് കേരളകൗമുദിയിലെ NRS ബാബു എന്നെ വിളിച്ച് പ്രസ് റൂമിൽ വെച്ച് വിളിച്ചിട്ട് പറഞ്ഞു, കവിതയിൽ നല്ല സ്പാർക്കുണ്ട്, ശ്രമിച്ചാൽ നല്ല കവിയായിട്ട് വളരാം. അതുകൊണ്ട് ഈ ചോരയും ചുവപ്പും മാത്രം എഴുതുന്ന പോരാ, അത് എഴുതുന്നതിൽ തെറ്റില്ല, പക്ഷേ കുറേ കൂടി ആഴത്തിൽ ദാർശനികമായ ഗരിമയുള്ള കവിതകൾ എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പരിശ്രമിച്ചിരുന്ന് ഒരാഴ്ചക്കാലം കൊണ്ട് ഒരു കവിത എഴുതി, ഇന്ദ്രപക്ഷം. അത് NRS ബാബു വാങ്ങിച്ചു കൊണ്ടുപോയി ജയചന്ദ്രൻ നായർ ഏൽപ്പിച്ചങ്ങനെ കലാകൗമുദിയുടെ താളിൽ വളരെ ഭംഗിയായിട്ട് അച്ചടിച്ച് വന്നു. ഒരു ചലനവും കേരളത്തിൽ ആ കവിത ഉണ്ടാക്കിയില്ല. അതിൻ്റെ പുറകെ 2-3 കവിതയെ കൂടി എഴുതി, ഒരു ചലനവും ഉണ്ടാക്കിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടും കൽപ്പിച്ച് ഒരേറെ കണ്ണടച്ച് ഒരേറായിരുന്നു നീലി എന്ന കവിത. ആ കവിത എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ വന്നത് ദൂരദർശനിലെ കവിയരങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചിരിക്കുന്നു. ONV അടക്കമുള്ള 1-ാം നിരക്കാർ പങ്കെടുക്കുന്ന കവിയരങ്ങായതുകൊണ്ട് മോശമാകരുത് എന്നുള്ളൊരു ചിന്ത കൊണ്ട് ധ്യാനമനന നിരീക്ഷണ പരീക്ഷണങ്ങൾക്കു ശേഷം ഒരുപാട് കാലമായി മനസ്സിൽ കിടക്കുന്ന കള്ളിയങ്കാട്ടെ കറുത്ത നീലിയെക്കുറിച്ചുള്ള ചിന്ത, താളാത്മകമായ കവിത, ഈണസമൃദ്ധം ആവേണ്ട കവിത അങ്ങനെ എഴുതി ആദ്യമായി ദൂരദർശനിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതീക്ഷയേക്കാൾ കൂടുതൽ ജനങ്ങളുടെ പിന്തുണയും പ്രതികരണവും ഉണ്ടായി. കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം കൊട്ടാരത്തിലെ സരസ്വതി മണ്ഡപത്തിൽ വിജയദശമിയോടനുബന്ധിച്ച് നടക്കുന്ന കവിസമ്മേളനത്തിൽ KV തെക്കുറിശി, നീലംപേരൂർ മസൂദൻ നായർ എന്നിവരുടെ കൂട്ടത്തിൽ കവിത അവതരിപ്പിക്കുമ്പോഴേ ഒന്നാമതായി 10 മാലോകരുടെ മുൻപിൽ ആദ്യമായിട്ട് ഈ കവിത ആ സരസ്വതി മണ്ഡപത്തിലാണ് അവതരിപ്പിച്ചത്. അപ്പോൾ വളരെ വ്യാപകമായ പ്രചാരം കിട്ടി. അന്നും ഇന്നും എന്നും എൻ്റെ ഏറ്റവും നല്ല കവിത എന്ന് ചില ആളുകൾ പറയുന്നത് നീലി എന്ന കവിതയാണ്. അതിനേക്കാൾ നല്ല കവിത എഴുതിയിട്ടുണ്ടാവാം, പക്ഷേ നാട്ടുകാർ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് നീലി എന്ന പുസ്തകം വന്നു. ആദ്യത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം 10 മാലോകരുടെ മുഖത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു പുരസ്കാരം അബുദാബി ശക്തി അവാർഡ് കിട്ടിയതും ആ നീലി എന്ന പുസ്തകത്തിനാണ്. MN വിജയൻ മാസ്റ്ററുടെ പ്രൗഢമായ അവതാരിക അതിനെ ഒരു വഴിയായി. ഈ കവിത അച്ചടിച്ച് വന്ന് പിറ്റേ ആഴ്ച നോക്കുമ്പോൾ, കലാകൗമുദി നോക്കുമ്പോൾ ഒരൊറ്റ കത്ത് പോലും ഒന്നുമില്ല. അപ്പം നിരാശ വന്നു. 2ാമത്തെ ആഴ്ചയിൽ കലാകൗമുദി വില കൊടുത്ത് വാങ്ങിച്ചു നോക്കുമ്പോഴേ ഏഴാച്ചേരി രാമേന്ദ്രൻ എന്ന് പറഞ്ഞ് 9 പോയിന്റിൽ ഒരു ഹെഡിങ് ഒക്കെ കൊടുത്തിരിക്കുന്നു. നോക്കുമ്പോൾ പ്രൊഫസർ M കൃഷ്ണൻ നായരുടെ സാഹിത്യ വാരഫലത്തിൻ്റെ പേജാണ്. 1000 ഫെമിനിസ്റ്റുകൾ തൊണ്ടകീറി അലറി ഗർജിച്ചു പാടിയാലും പ്രസംഗിച്ചാലും ഈ കവിത ഉണ്ടാക്കുന്ന പ്രതിഫലനം ഉണ്ടാവുകയില്ല എന്ന് M കൃഷ്ണൻ നായർ സാക്ഷാൽ വേദാന്ത വനസഞ്ചാരിയായ M കൃഷ്ണൻ നായർ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അത് എൻ്റെ കാവ്യജീവിതത്തിന് കിട്ടിയ ആദ്യത്തെ വിലതീരാത്ത ഗുഡ് സർവീസ് എൻട്രിയാണ്. തന്റെ മാധ്യമ ജീവിതത്തിന്റെ ഏറിയ പങ്കും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച വ്യക്തിയാണ് N അശോകൻ. ഇന്ത്യയും സോവിയറ്റ് യൂണിയനുമായി അടുത്ത ബന്ധം നിലനിന്നിരുന്ന കാലത്ത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയോടൊപ്പം ആദ്യമായി മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു വിദേശയാത്ര നടത്തിയ അനുഭവമാണ് N അശോകൻ പങ്കുവയ്ക്കുന്നത്. മോസ്കോ, ടാലിൻ, കീവ് ഈ 3 സ്ഥലത്തേക്കാണ് യാത്ര.
ഇന്ദിരാഗാന്ധിയുടെ യാത്രയാണ്, സോവിയറ്റ് യൂണിയനിലേക്ക് യാത്ര. അതുമൊക്കെ ഭയങ്കര പിക്ചറക്സ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആഗസ്റ്റിലാണിത്. ബ്രഷ്നേവാണ് പ്രസിഡന്റ്. അപ്പം അവിടെ ഇന്ദിരാഗാന്ധി വിമാനം ഇറങ്ങുന്നു. അപ്പം ബ്രഷ്നേവ് സ്വീകരിക്കാൻ എയർപോർട്ടിൽ വന്നിട്ട്, അപ്പം ബ്രഷ്നേവിൻ്റെ നീക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കാലിലൊരു ചക്രം വെച്ച മാതിരിയാണ്, ഇങ്ങനെ മൂവ് ചെയ്യുക. അങ്ങനെ അദ്ദേഹത്തിന് തീരെ വയ്യ, ഒട്ടും വയ്യ. അദ്ദേഹം പ്രായമായി, രോഗമാണ്, തീരെ വയ്യ. എന്നാലും ഇന്ദിരാഗാന്ധി വന്നപ്പോൾ അദ്ദേഹം വന്നു. ഇങ്ങനെ അവിടുന്ന് 3 മാസം കഴിയുമ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത്, ബ്രഷ്നേവ് മരിക്കുന്നത്. അതുകൂടാതെ മറ്റേ ഇതുണ്ടല്ലോ, ഈ പാനോപചാരം, നേതാക്കൾ തമ്മിലുള്ള, അതിനും അദ്ദേഹം വന്നു. അതിനൊക്കെ അദ്ദേഹം വരുന്നത് ആളുകൾ താങ്ങിപ്പിടിച്ചാണ്. അങ്ങനെ തീരെ വയ്യ. പക്ഷെ അതിൻ്റെ ഒരു പാശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, റഷ്യക്ക് അന്ന് ഇന്ത്യയോടുണ്ടായിരുന്ന വലിയ ബന്ധം. അപ്പോൾ ഇന്ത്യയെ അത്രയും വലുതായിട്ട് അവർ കണ്ടിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്ത് അതവർ പ്രകടമാക്കിയിട്ട് തന്നെയാണ്. ഇന്ദിരാഗാന്ധിയുടെ ആ ടൂറിൽ മുഴുവൻ സോവിയറ്റ് യൂണിയനാണ്. ഈ പ്രധാനമന്ത്രിയുടെ ടൂറിൽ അവർ ഒരു ചുരുക്കം ചില ജേർണലിസ്റ്റുകളെ കൊണ്ടുപോകും സാധാരണ. ഇന്ദിരാഗാന്ധിയുടെ ഈ ടൂറിൽ പിന്നീടുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരുടെയും പ്രധാനമന്ത്രിമാരുടെയും ടൂറിലൊക്കെ 10-40 പേര് വരെ ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ടൂറിൽ അന്ന് ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു, 6 ജേർണലിസ്റ്റ്. അങ്ങനെ അതാണ് എൻ്റെ ആദ്യത്തെ വിദേശയാത്ര. അതും മിസ്സിസ് ഗാന്ധിയോടൊപ്പം. എനിക്ക് ഒന്നും അറിയില്ല കേട്ടോ. അതായത് അന്ന് എനിക്ക് PIB അക്രഡിറ്റേഷൻ ഇല്ല, പിന്നെ പാസ്പോർട്ടില്ല എന്നെ സെലക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പം വിത്തിൻ എ വീക്കാണ് എല്ലാ സംഗതിയും നടക്കുന്നത്. ഒരു വീക്കല്ല, 2 വീക്സ്, 2 ആഴ്ച ഉണ്ടാവുന്നു. 2 ആഴ്ച മുമ്പാണ് എൻ്റെ പേരൊക്കെ വന്ന് അങ്ങനെ സെലക്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അപ്പോൾ പാസ്പോർട്ട് കിട്ടാൻ അന്ന് A റഹീമാണ് അന്ന് വിദേശകാര്യ സഹമന്ത്രി. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അവിടുന്ന് തന്നെ എല്ലാം വിളിച്ചൊക്കെ പറഞ്ഞ് അപ്പം നേരെ ഇവിടെ ചെന്ന് അപ്പം തന്നെ അന്നേരം തന്നെ പാസ്പോർട്ട് എഴുതി. അതായത് 11 മണിക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് 3 മണിക്ക് പാസ്പോർട്ട് തന്നു. അപ്പം ഈ പാസ്പോർട്ടും ഈ പരിപാടിക്ക് വേണ്ടി മാത്രമുള്ള പാസ്പോർട്ടാണ്, അല്ലാതെ അങ്ങനെ നമ്മൾ 1 കൊല്ലത്തേക്ക് 5 കൊല്ലത്തേക്ക് 10 കൊല്ലത്തേക്കുള്ള അതല്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് വേണം, പോലീസ് വെരിഫിക്കേഷൻ വേണം. ഈ പോലീസ് വെരിഫിക്കേഷൻ വരുന്നേ ഇല്ല. പോലീസ് വെരിഫിക്കേഷൻ പിന്നെ വരുന്നത് നമ്മൾ യാത്ര പുറപ്പെടുന്നതിൻ്റെ ഒരു 2 ദിവസം ഭയങ്കര ടെൻഷനായിരുന്നു. ഇത് വരുന്നില്ലല്ലോ. അതിന് ശേഷം നമുക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ. എല്ലാം ശരിയായി പോകാൻ നേരത്തെ. അത് ആദ്യത്തെ യാത്രയാണ്, ആദ്യത്തെ വിദേശയാത്രയാണ്. അപ്പോൾ നമ്മൾ വിമാനത്തിനകത്ത് കയറിയിട്ട് ഒരു പതിവ് ഇതുണ്ട്. ഇന്ദിരാഗാന്ധി അല്ല, ബാക്കി എല്ലാവരും തന്നെ പ്രധാനമന്ത്രി വന്ന പാട് തന്നെ പത്രക്കാരൊക്കെ ഒന്ന് കാണും. പത്രക്കാരെ മാത്രമല്ല, അതിനകത്തുള്ള മറ്റു ഉദ്യോഗസ്ഥന്മാർ, സെക്യൂരിറ്റി തുടങ്ങിയില്ല, അവരിടയിൽ കൂടെ ഒന്ന് നടക്കും. അങ്ങനെ പത്രക്കാരുടെ ഇടയിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയുടെ പ്രസിദ്ധീകരണം, അത് ഞാൻ കൈ കരുതുന്നു, ഞാൻ കൽപ്പിച്ചിട്ട് കൈ വെച്ചതാണ്. അത് അവർക്ക് കൊടുത്തു. അപ്പം എന്നോട് കേശവമേനെ പറ്റി ചോദിച്ചു. KP കേശവമേനെ അവർക്ക് നന്നായിട്ട് അറിയാം. ഈ സോൾട്ടായിട്ട് പിന്നെ VP രാമചന്ദ്രനെ പറ്റിയും ചോദിച്ചു. VP രാമചന്ദ്രൻ നന്നായിട്ട് അറിയാം. ഹൗ ഈസ് മാതൃഭൂമി അങ്ങനെയൊക്കെ പറഞ്ഞു, നമസ്കാരം പറഞ്ഞു. അതാണ് ഫസ്റ്റ് മീറ്റിംഗ്, അവരായിട്ട് സംസാരിക്കുന്ന ഒരു മീറ്റിംഗ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം മോസ്കോയിലെ മീറ്റിങ്ങുകളും മറ്റതും ഈ പാനോപചാരവും പിന്നെ
പല സ്ഥലങ്ങളിലുള്ള മറ്റ് ട്രേഡ് മീറ്റിംഗ്, ഒപ്പുവെക്കൽ, കരാറുകൾ ഒപ്പുവെക്കൽ, മറ്റേതൊക്കെ പർച്ചേസസ്, നമ്മൾ വിമാനം മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് വാങ്ങുന്നുണ്ടല്ലോ, യുദ്ധവിമാനങ്ങളും മറ്റുള്ളതൊക്കെ, അതൊക്കെ സംബന്ധിച്ചുള്ള എന്തൊക്കെയോ സംഗതികളുണ്ടായിരുന്നു. അതിലൊക്കെ ഒപ്പുവെക്കും. അങ്ങനെയുള്ള അതിനുള്ള ഉദ്യോഗസ്ഥന്മാരും കൂടെയില്ല, അവരും മന്ത്രിമാരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ടാലിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഈസ്റ്റ് യൂറോപ്യൻ കൺട്രിയോട് ചേർന്നുകൊണ്ടുള്ള സ്ഥലമാണ്. അതിൻ്റെ അങ്ങേപ്പുറത്ത് ഫിൻലാൻഡാണ്. അവിടെ പോയി അവിടെയൊക്കെ ഈ ഫാക്ടറികളും മറ്റതൊക്കെ ഉണ്ട്. ഈ യുദ്ധ ആംസ് അമ്യൂണിഷൻസ് ഒക്കെ ഉണ്ട്. അത് കൂടുതലുള്ളത് ഇതിലാണ്, ഉക്രൈനിലൊക്കെയാണ്. അപ്പോൾ ഉക്രൈനിൽ ചെന്നു. ഉക്രൈനിലാണ് ലാസ്റ്റ് കീവിലാണ് അവസാനത്തെ. ആ കീവിൽ നിന്ന് നമ്മൾ നേരെ മടങ്ങാം അവിടുന്ന് ഡൽഹിക്ക്. അപ്പോൾ അതിനു മുമ്പ് ഇവരുടെ ഒഫീഷ്യലായെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ആ ഷോപ്പിങ്ങിന് നമ്മളേക്ക് വരെ അവസാനം നമ്മൾ എത്തിപ്പെട്ടത് ഇന്ദിരാഗാന്ധി ഷോപ്പ് ചെയ്യുന്ന അതേ സ്ഥലത്താണ്. ആ ഏരിയയിൽ തന്നെ വന്നു. ഇന്നത്തെ മാതിരി ഒരു സെക്യൂരിറ്റി അങ്ങനെ നമ്മൾ അകറ്റി നിർത്തുക അങ്ങനെയൊന്നുമില്ല. കയറി ചെന്ന് അപ്പോൾ അവന്താ വെച്ചാൽ ഈ രാഹുൽ ഗാന്ധിക്ക്, പിന്നെ വരുൺ ഗാന്ധിക്ക്, ഇവർക്കൊക്കെ ചില കളിക്കോപ്പുകൾ മറ്റേതൊക്കെ ചെറിയ കുട്ടികളാണ് അവർക്ക്. അതൊക്കെ വാങ്ങുകയാണ്. അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് വാങ്ങുന്നത്. അവർ ഷോപ്പിംഗ് ഉള്ള സമയത്ത് നമ്മളോടും ചോദിച്ചു, വാട്ട് ഡു യു വാണ്ട് എന്നൊക്കെ ചോദിച്ചു. ഞാൻ മാത്രമല്ല, മറ്റു ജേർണലിസ്റ്റുകളൊക്കെ. അതാണ് പിന്നെ ആ യാത്രയിലൂടെ. അത് കഴിഞ്ഞ് നമ്മൾ മടങ്ങി വന്നു. പിന്നെ അത് കഴിഞ്ഞ് അതിപ്പം 82-ലല്ലേ, 84 അവർ കൊല ചെയ്യപ്പെട്ടല്ലോ. യുദ്ധം, മഴ, അടിയന്തരാവസ്ഥ ഇവയൊക്കെ ഫോട്ടോ ജേർണലിസ്റ്റുകൾ എങ്ങനെയാണ് നമുക്ക് കാട്ടിത്തരുന്നതെന്ന് പരിശോധിക്കാം. കേരള മീഡിയ അക്കാദമി ഫോട്ടോ ജേർണലിസം അധ്യാപകനായ ബി ചന്ദ്രകുമാർ. ചിത്രജാലകത്തിലേക്ക് സ്വാഗതം. ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ പെരുമഴക്കാല ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടു. പ്രളയത്തിൽപ്പെട്ട മനുഷ്യരെ രക്ഷപ്പെടുത്താൻ ചൈന ഡ്രോൺ സംവിധാനം ഉപയോഗിക്കുന്ന കാഴ്ച ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫേസ്ബുക്ക് പേജിൽ കണ്ടു. പ്രളയാനന്തരമുള്ള ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചൈനീസ് യുവാക്കളുടെ ദൃശ്യം ഗ്ലോബൽ ഡിസാസ്റ്റർ ന്യൂസ് എന്ന ഫേസ്ബുക്ക് പേജിലും കണ്ടു. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ മാസം കനത്ത മഴയായിരുന്നു. പെട്ടെന്നുണ്ടായ മഴയത്ത് ജാർഖണ്ഡിലെ ഒരു സ്കൂളിലെ 162ഓളം വിദ്യാർത്ഥികൾ പ്രളയത്തിൽപ്പെട്ടുപോയി. അവരെ രക്ഷപ്പെടുത്തുന്ന രംഗത്തിന്റെ PTI പങ്കുവച്ച ചിത്രം മിക്ക പത്രങ്ങളിലും കണ്ടു. പാകിസ്ഥാനിലുണ്ടായ പ്രളയം ഒരു ദാരുണ കാഴ്ചയാണ് സമ്മാനിച്ചത്. അപ്രതീക്ഷിതമായി ഇരച്ചു വന്ന മഴവെള്ളപ്പാച്ചിലിൽ ഒരു കുടുംബത്തിലെ 18ഓളം ടൂറിസ്റ്റുകൾ ഒഴുകിപ്പോകുന്ന വേദനാജനകമായ കാഴ്ചയായിരുന്നു അത്. ഈ മഴക്കാഴ്ചകൾക്കിടയിൽ മറ്റൊരു വാർത്ത കൂടി കണ്ടു. ജൂലൈ മാസത്തിൽ സുനാമി ഉണ്ടാകുമെന്ന പ്രവചനം സംബന്ധിച്ച വാർത്ത. പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിച്ച് പ്രസിദ്ധി നേടിയ ജപ്പാൻകാരി റിയോ തത്സുഗി ആണ് ഈ പ്രവചനവും നടത്തിയിരിക്കുന്നത്. 2 വാർഷികാചരണങ്ങളാണ് ജൂൺ മാസം കടന്നുപോയത്. അതിലൊന്ന് കൊറിയൻ യുദ്ധത്തിന്റെ 75ാം വാർഷികമായിരുന്നു. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ 3 വർഷമാണ് നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിലടിച്ചത്. 30,000-ലേറെ പേരാണ് മരിച്ചു വീണത്. ആ യുദ്ധത്തിന്റെ ചില ദൃശ്യങ്ങൾ ഓൺലൈനിൽ കണ്ടു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം മറികടന്നു പോകുന്ന അമേരിക്കൻ പട്ടാളക്കാരന്റെ ഫോട്ടോ ഹൃദയത്തിൽ കൊണ്ടു. ഇന്ത്യയിലെ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവും കടന്നുപോയി. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥക്കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ചില ചിത്രങ്ങൾ പ്രമുഖരുടെ ലേഖനങ്ങൾക്കൊപ്പം മാധ്യമങ്ങളിൽ കണ്ടു. ഇന്ദിരാഗാന്ധി സർക്കാരിനെതിരെ സമ്പൂർണ്ണ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ജയപ്രകാശ് നാരായണനെ ഡൽഹി പോലീസ് മർദ്ദിക്കുന്നതും ജോർജ് ഫെർണാണ്ടസ് എന്ന മറ്റൊരു നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നതുമായ ദൃശ്യങ്ങളും മാധ്യമങ്ങളിൽ കണ്ടു. പത്രവായനയിലൂടെ കണ്ടും എഴുതിയും പരിശീലിച്ച രീതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു വാക്ക് അച്ചടിച്ച് കാണുമ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്.
ഇത്തരം സംശയങ്ങളെ ഉടനെ ദൂരീകരിക്കുന്നതിനെ കുറിച്ചാണ് വാക്കിലെ ശരിയിൽ SD പ്രിൻസ് പറയുന്നത്. നമ്മളിൽ പലരും കുട്ടിക്കാലം മുതലേ വളർത്തിയെടുത്തൊരു ശീലമാണ് പത്രം വായന. ദിവസേന പത്രം വായിച്ചാൽ രണ്ടുണ്ട് ഗുണമെന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. ഒന്ന്, ലോക വിവരങ്ങൾ അറിയാം. രണ്ട്, നമ്മുടെ ഭാഷയിലുള്ള പ്രാവീണ്യം അല്പം ഒന്ന് വർദ്ധിപ്പിക്കാം. പത്രവായന ശീലമാക്കിയപ്പോൾ നമുക്കൊരു ധാരണ വന്നു, പത്രത്തിൽ എഴുതുന്നതാണ് ശരിയായ എഴുത്തെന്ന്. അച്ചടിച്ചു വരുന്ന എന്തിനും ആധികാരികത ഉണ്ട് എന്നൊരു വിശ്വാസവും നമുക്കുണ്ടായി. എന്നാൽ അച്ചടിയിൽ പലപ്പോഴായി കണ്ട് ശീലിച്ച ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഒരു വാക്ക് എഴുതിയിരുന്നാൽ നമുക്ക് എന്താണ് തോന്നുക? ആശയക്കുഴപ്പം, അല്ലാതെ എന്താ? കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ ചില പ്രശ്നങ്ങളെപ്പറ്റി ഒരു സീനിയർ ഡോക്ടർ എഴുതിയ സാമൂഹിക മാധ്യമത്തിലെ കുറിപ്പ് വായിച്ചു. അത് വലിയ വാർത്തയുമായി. ഇതൊരു പത്രത്തിൽ വാർത്തയായി വന്നപ്പോൾ അതിൽ കണ്ട ഒരു ശീർഷകം ഒരു സംശയത്തിന് ഇട നൽകി. ഓച്ചാനിച്ചു നിന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓച്ചാനം എന്ന വാക്ക് കൊച്ചൻ എന്നൊക്കെ എഴുതും പോലെ ചാ ഇരട്ടിച്ചുള്ള ഒരു എഴുത്ത്. ഇത് കണ്ടപ്പോൾ പെട്ടെന്നൊരു സംശയം തോന്നി. നമ്മൾ പലപ്പോഴും കണ്ട് ശീലിച്ചത് അച്ഛൻ്റെ ചാ വെച്ച് ഓച്ചാനിച്ചു എന്നെഴുതുന്ന ഒരു രീതിയല്ലേ? കേരള സർവകലാശാല പ്രസിദ്ധീകരിച്ച മഹാനിഘണ്ടു ലെക്സിക്കൺ അതിൽ പറയുന്നത് ഓച്ചാനം എന്ന വാക്കാണ്. അതായത് അമിതമായ ആദരത്തോടെ നിൽക്കുന്ന ഒരു രീതി, അമിത ഭവ്യതയോടുകൂടി നിൽക്കുന്ന, വായ് പൊത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രീതി. അതിൻ്റെ ഒരു രൂപഭേദമാണ് ഓച്ഛാനമെന്ന അച്ഛൻ്റെ ഛായുള്ള ഒരു പ്രയോഗം. എന്നാൽ അതാണ് കൂടുതലായി നമ്മൾ എഴുത്തിൽ കണ്ടിട്ടുള്ളത്. നിൽക്കുന്ന രീതി നട്ടല് വളഞ്ഞിട്ടാണെങ്കിലും അമിത ഭവ്യത ഉണ്ടെങ്കിലും ആ നിൽപ്പിന് ഒരു ഗാംഭീര്യം കൊടുക്കാൻ നമ്മുടെ ഭാഷയിലെ ചിലരൊക്കെ നേരത്തെ ശ്രമിച്ചു കാണണം. അതുകൊണ്ടാണല്ലോ ആ വളഞ്ഞുള്ള നിൽപ്പിന് ഛാ വെച്ചൊരു ഗാംഭീര്യം കൊടുക്കാൻ തോന്നിയത്. ഭാഷയിലെ ഓരോരോ കൗതുകങ്ങൾ. ആക്സിയം 4 ദൗത്യത്തിൻ്റെ വിക്ഷേപണവും ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്രയും പലതവണ മാറ്റിയെങ്കിലും ഒടുവിൽ അത് യാഥാർത്ഥ്യമായി. ജയ 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 ശുഭഹേ എന്നായിരുന്നു ഒരു പത്രത്തിൽ കണ്ടത്. ജയ് ഭാരത് എന്നൊരിടത്ത്, ജയ് ഭാരത് ജയ് ഹിന്ദ് എന്ന് വേറൊരിടത്ത്, വാനോളം ഉയർന്ന് ഇന്ത്യൻ പ്രതീക്ഷ എന്ന് ഒരു പത്രത്തിൽ കണ്ടിരുന്നു. അതോടൊപ്പം ശുഭാംശു എന്ന പേര് ചേർത്തും ഒരുപാട് ശീർഷകങ്ങൾ ഉണ്ടായിരുന്നു. ശുഭചരിതം എന്നായിരുന്നു ഒരു പത്രത്തിൽ കണ്ടത്. ശുഭം ശുഭകരം എന്ന് മറ്റൊരു പത്രം എഴുതി. ശുഭാംശു ബഹിരാകാശത്ത്, ഇന്ത്യൻ സൂര്യൻ, സൂര്യാംശു എന്നായിരുന്നു വേറൊരു പത്രത്തിൽ കണ്ടത്. ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഭാരതീയനാണെങ്കിലും ഒരു ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഭാരതീയനായി ശുഭാംശു ശുക്ല. അങ്ങനെ ആ നിലയത്തിലെത്തിയതിന് ഒരു പത്രം എഴുതിയത് ആകാശ വീട്ടിൽ എന്നാണ്. ബഹിരാകാശത്ത് ഭാരതത്തിന് അഭിമാനകരമായ കാര്യങ്ങൾ അരങ്ങേറിയപ്പോൾ ഇങ്ങ് താഴെ ഭൂമിയിൽ ഭാരതാംബയുടെ പേരിൽ ഉള്ള തർക്കം വേദിയിൽ നിന്ന് വേദിയിലേക്ക് പടർന്നുകൊണ്ടേയിരുന്നു. തർക്കവും തെരുവുയുദ്ധവും എല്ലാം പതിവായപ്പോൾ ഒരു പത്രം എഴുതി കൊടിയടി. നടക്കുന്നത് കൊടിയുടെ പേരിൽ അടിയാണല്ലോ. ക്രിക്കറ്റിലും ഈയിടെ ചില കൊടിയേറ്റവും അപ്രതീക്ഷിത കൊടിയിറക്കവും നമുക്ക് കണ്ടു. ഒരു ക്രിക്കറ്റ് ടെസ്റ്റിൽ 2 ഇന്നിങ്സിലായി 5 ഇന്ത്യൻ ബാറ്റർമാർ ചേർന്ന് 700-ലേറെ റൺസ് എടുത്തു. ബാക്കിയുള്ള 6 പേരാകട്ടെ 2 കളിയിലും കൂടെ ഏതാണ്ട് 60-നപ്പുറം പോയില്ല. അങ്ങനെ ആ മോശപ്പെട്ട കളിയിലൂടെ വിജയപ്രതീക്ഷയുടെ കൊടിയെ അവരങ്ങ് താഴ്ത്തി. കളി തോൽക്കുകയും ചെയ്തു. ഇതിനൊരു പത്രം എഴുതിയത് ഇഞ്ചിഞ്ചായി തോറ്റു എന്നാണ്. ഇഞ്ചിഞ്ചായി മരിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇഞ്ചിഞ്ചായി തോക്കുന്നത് ആദ്യമായി കാണുകയാണ്. ലീഡ്സ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് 5 വിക്കറ്റ് ജയം വന്നപ്പോൾ ഒരിടത്ത് ഇംഗ്ലീഷ് ഫെസ്റ്റ് എന്ന് കണ്ടു, മറ്റൊരിടത്ത് ഇംഗ്ലീഷ് മധുരം എന്ന് കണ്ടു. കളി ഇംഗ്ലണ്ട് കൊണ്ടുപോയി എന്നായിരുന്നു മറ്റൊരു പത്രം. ബെൻ ഡക്കറ്റ് എന്ന കളിക്കാരൻ്റെ ഉജ്ജ്വല പ്രകടനം കണ്ടപ്പോൾ ഒരു പത്രം എഴുതി ബിഗ് ബെൻ ആണ്. ഇംഗ്ലീഷ് ടീമിൻ്റെ കാര്യമാകുമ്പോൾ ബിഗ് ബെൻ ഉചിതമായ ഒരു ശീർഷകമാണ്. ഇംഗ്ലണ്ടിലെ വലിയ ലാൻഡ്മാർക്കുള്ള ഒരെണ്ണമാണല്ലോ ബിഗ് ബെൻ എന്ന് പറയുന്നത്. ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ബെൻ ദെയർ ഡൺ ദാറ്റ് എന്ന് കണ്ടു. അതായത് ബെൻ ഡക്കറ്റിൻ്റെ അർപ്പണ മനോഭാവത്തെ സൂചിപ്പിക്കുന്ന ഒരു ലേഖനത്തിൻ്റെ ശീർഷകമാണത്. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ഈയിടെ വാർത്തയായിരുന്നു. മലയാളത്തിലെ മിക്ക പത്രങ്ങളും അത് വളരെ കാര്യമായി തന്നെ എഴുതിയിരുന്നു. ചില പത്രങ്ങളിൽ പഴയ അടിയന്തരാവസ്ഥയുടെ ആ പ്രഖ്യാപനത്തിൻ്റെ വാർത്ത ഒന്നുകൂടി അച്ചടിച്ചു കണ്ടു. പൊരുതാം ഇന്ത്യക്കായി എന്നായിരുന്നു ഒരു പത്രം എഴുതിയിരുന്നത്. അടിയന്തരാവസ്ഥയെ മറ്റൊരു പത്രം വിശേഷിപ്പിച്ചത് ആ അരക്ഷിതാവസ്ഥ എന്നാണ്. ആവർത്തിക്കരുതാത്ത ജനാധിപത്യ ധ്വംസനം എന്നാണ് ഒരു പത്രം ശക്തമായി ഒരു എഡിറ്റോറിയൽ എഴുതിയത്. സാധാരണ പല കാര്യങ്ങളിലും ഭിന്നാഭിപ്രായമുള്ള മലയാള പത്രങ്ങൾ അടിയന്തരാവസ്ഥയുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരേ സ്വരത്തിലാണ് സംസാരിച്ചതെന്നത് സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നു. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും അധികം നിയന്ത്രണം നേരിടേണ്ടി വന്നത് നമ്മുടെ പത്രങ്ങൾക്കായിരുന്നു. സ്വാതന്ത്ര്യമില്ലാത്ത ആ അവസ്ഥയെ എങ്ങനെയാണ് ഒരു പത്രം മറക്കുക?
ഇറാനും ഇസ്രായേലും തമ്മിലുണ്ടായിരുന്ന സംഘർഷം ഒരു വെടിനിർത്തലിൽ അവസാനിച്ചു. ഇതിനെ പല രീതിയിലാണ് പത്രങ്ങൾ എഴുതിയിരുന്നത്. ട്രംപ് പറഞ്ഞു വെടിനിർത്തി എന്ന് ഒരു പത്രം എഴുതിയിരുന്നു. തൽക്കാലം സമാധാനം എന്നായിരുന്നു മറ്റൊരു പത്രത്തിൽ കണ്ടത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് മറ്റൊരു പത്രം ഇതിനെ കൈകാര്യം ചെയ്തത്. അവിടുത്തെ ശീർഷകം നാടകാന്തം സമാധാനം എന്നായിരുന്നു. യുദ്ധവും ഒരു രീതിയിൽ നാടകം തന്നെയല്ലേ എന്നൊരു ചോദ്യമാണ് ഇവിടെ കാണുന്നത്. മാധ്യമജാലകത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.